ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ധന്യമായ മുഹൂർത്തം. അത്തരമൊരു ധന്യമായ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. DED പഠനത്തിനോടൊപ്പം ഒരു ആരോഗ്യകരമായ PSc നമുക്ക് തുടങ്ങിയാലോ എന്നൊരു ചിന്ത വീട്ടിലുണ്ടാവുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്ന പേര് എയ്സിൻ്റേതാണ്. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മിക്ക കുട്ടികളും ഒരു 2018 ശേഷം 16ഓളം PSc അപ്പോയിൻമെൻറ്റ് എൻ്റെ വിദ്യാലയത്തിൽ നടന്നിട്ടുണ്ട്. ഈ 16 പേരിൽ ഒരു 80% പേരും പറയുന്ന പേര് എയ്സിൻ്റെ സ്റ്റുഡൻ്റാണ് ഞങ്ങൾ. റഷീദ് സാറിനെ കോൺടാക്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അബൂബക്കർ സാറിനെ കോൺടാക്റ്റ് ചെയ്യൂ എന്നാണ്. അപ്പോൾ തീർച്ചയായും പെരിന്തൽമണ്ണ ഞങ്ങളുടെ നിയറസ്റ്റ് സ്റ്റേഷനാണ്. ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്നാണ് ഒരു ശക്തമായ ഒരു അടിത്തറ മാളവികയ്ക്ക് കിട്ടുന്നത്. ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ നമുക്ക് എത്ര വലിയ നിലകളും അതിൽ കെട്ടിപ്പോക്കാൻ കഴിയും. തീർച്ചയായും എയ്സ് ഇട്ട് തന്ന ഒരു ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്. ഏറ്റവും വലിയൊരു ആകാശം മാളവികയ്ക്ക് മുമ്പിൽ തുറന്നു കൊടുത്തത് എയ്സാണ്. അതിനുള്ള ചിറകുകൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് എയ്സാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തോടുള്ള ഞങ്ങളുടെ കടപ്പാടും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. എയ്സ് ഇനിയും യാത്ര തുടരും. കാരണം മാളവികയെ പോലെയുള്ള ഒരുപാട് മക്കൾ എൻ്റെ മുമ്പിലുണ്ട്. തീർച്ചയായും അവർ തന്നെയാണ് ഒരു സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം ഇനി എയ്സിന് വേണ്ട. ഒരു വീഡിയോയുടെയോ മറ്റൊരു പ്രചരണത്തിൻ്റെയോ ആവശ്യമില്ല. ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ് നിങ്ങളുടെ സാക്ഷ്യം. ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുക കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് എയ്സ് നിറവേറ്റി കൊടുക്കുന്നത്. തീർച്ചയായും ഈ സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ ഉത്തരവാദിത്വം പുലർത്തിക്കൊണ്ട് ഒരു വലിയ ജൈത്രയാത്ര തുടരാൻ, വളരെ കാലം തുടരാൻ എയ്സിന് കഴിയും. ഇങ്ങനെയൊരു ധന്യമായ മുഹൂർത്തത്തിലേക്ക് എത്തിയതിന് ഒരിക്കൽ കൂടി എയ്സിനോടുള്ള നന്ദിയും ആദരവും അറിയിക്കുന്നു. താങ്ക് യു സർ.